സിനിമ ടാക്കീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2 ചിത്രങ്ങളെ കുറിച്ചാണ്. ഒന്ന്, ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനും ടോവിനോ തോമസ് നായകനായി എത്തിയ നരിവേട്ടയും. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ പറ്റിയാവട്ടെ ഇന്നത്തെ ആദ്യത്തെ ചർച്ച. ധ്യാൻ ശ്രീനിവാസൻ, കോട്ടയം നസീർ, സിജു വിൽസൺ, സീമാജി നായർ, റോണി പോൾ തുടങ്ങിയവർ അഭിനയിച്ച ചിത്രമാണിത്. ധ്യാൻ ശ്രീനിവാസനാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനായിട്ട് അഭിനയിക്കുന്നത്. രാഹുൽ ജിയും ഇന്ദ്രനീൽ GKയും കൂടെ ചേർന്ന് എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണിത്. പ്ലാച്ചിക്കാവിൽ എന്ന ഗ്രാമത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഈ ചിത്രം ചർച്ച ചെയ്യുന്നത്. പ്ലാച്ചിക്കാവിൽ ഒരു കില്ലർ പ്രത്യക്ഷപ്പെടുന്നു. അതിന്റെമായ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശംഭു എന്ന പോലീസുകാരനായിട്ട് സിജു വിൽസൺ പ്രത്യക്ഷപ്പെടുന്നു. സിജു വിൽസന്റെ ഒരു അതിമനോഹരമായ ഒരു ഫൈറ്റ് സീൻ തന്നെ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു കോമഡി ത്രില്ലർ ചിത്രമാണെങ്കിലും ചില ഭാഗങ്ങളിൽ കോമഡി ഏറ്റിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതൊരു ആവറേജ് സിനിമയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ധ്യാൻ ശ്രീനിവാസന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് കോട്ടയം നസീറും അമ്മയായിട്ട് അഭിനയിക്കുന്നത് സീമാജി നായരുമാണ്. സോഫിയ പോൾ ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് ഈ ചിത്രത്തിൽ സിബി മാത്യു അലക്സ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കോമഡി അസ്ഥാനത്തായതുകൊണ്ട് ഈ ചിത്രം ഒരു ആവറേജ് 1 ടൈം വാച്ചബിൾ ഫിലിം ആണ്. അടുത്തതായിട്ട് നരിവേട്ട എന്ന ചിത്രത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അനുരാഗ് മനോഹർ സംവിധാനം ചെയ്ത് ഷാസ് ഹസനും ടിപ്പു ഷാനും നിർമ്മിച്ച ചിത്രമാണിത്. ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് എബിൻ ജോസഫ് ആണ്. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത് ജോർജ് ബിജോയ് ആണ്. ടോവിനോ തോമസ്, സുരാജ് വഞ്ഞാറമൂട്, ചേരൻ, ആര്യ സലീം തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. 2003 വയനാട്ടിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. PSC വഴി ജോലി കിട്ടി പോലീസിൽ കയറിയ വർഗീസ് പീറ്റർ എന്ന കഥാപാത്രത്തെയാണ് ടോവിനോ അവതരിപ്പിക്കുന്നത്. ബഷീർ എന്ന കഥാപാത്രത്തെ സുരാജ് വഞ്ഞാറമൂടാണ് അവതരിപ്പിക്കുന്നത്. പോലീസ് ക്യാമ്പിൽ നിന്ന് വയനാട്ടിൽ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ നേരിടുന്നതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. ഈ ചിത്രത്തിൽ പോലീസുകാരുടെ ഇന്റേണൽ പൊളിറ്റിക്സ് ശരിക്കും കാണിച്ചിട്ടുണ്ട്. ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും മികച്ച രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. സംവിധായകൻ മികച്ച രീതിയിൽ എടുത്ത ഒരു ചിത്രമാണ് ഇത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ ചിത്രങ്ങളിൽ ഈ ചിത്രം ഒരു ഭേദപ്പെട്ട ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു സിനിമാ വിശേഷമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.